ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു സ്നാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വൈകുന്നേരത്തിന് ചായക്കൊക്കെ പറ്റിയൊരു സ്നാക്കാണ് പഴം നിറച്ചത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. മൈദ കുറച്ച് ഉപ്പിട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. പിന്നെ തേങ്ങ, പഞ്ചസാര, ഏലക്കായ എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഴത്തിൻ്റെ തൊലി ഉരിച്ചിട്ട് പഴത്തിൻ്റെ നടുവിൽ നമ്മൾ ചെറുതായിട്ടൊരു കീറ് വെച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു വിടവ് പോലെ ഉണ്ടാക്കുക. ആ വിടവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചസാര ഏലക്കായും കൂടി ഉള്ളത് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ കുത്തി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി കയറ്റി നിറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ മൈദ അവിടെ ആക്കി വെച്ചത് തന്നെ നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങയുടെ ഒക്കെ കൂട്ടില്ലേ, അത് പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടി മൈദ അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതാണ് നമ്മുടെ ഫില്ലിങ്സ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മൈദ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ മൈദ ഉപയോഗിക്കുന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഒരു ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പശ പോലെ അവിടെ നമ്മൾ മൈദ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ദോശക്കല്ലിൽ ഇത്തിരി നെയ്യ് തടവാം. നെയ്യായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയും മറ്റുള്ള സാധനങ്ങൾ ഓയിലൊക്കെ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നെയ്യായിരിക്കും. നെയ്യും ഇതിൻ്റെ കൂടെ ആ നെയ്യിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ദോശക്കല്ലിൽ നെയ്യ് നമുക്കിങ്ങനെ തൂവി കൊടുത്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കൂട്ടത്തിൽ പഴത്തിൽ എല്ലാം ചേർത്തിട്ട് മൈദ കൊണ്ട് ഒട്ടിച്ചിട്ട് അത് നേരെ നമ്മൾ ദോശക്കല്ലിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നെയ്യും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും ടേസ്റ്റിലും കൂടി നല്ല മിക്സായി വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക, അതായിരിക്കുമല്ലോ കുറച്ചും കൂടി. എന്ത് പലഹാരമാകുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിതിങ്ങനെ ഞാൻ ആകെ 2 പഴം എടുത്തുള്ളൂ. അപ്പോൾ 2 പഴം നമുക്കിപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ 2 പഴം നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കല്ല് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ കല്ലിലേക്ക് നമുക്ക് വെച്ചിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് ആദ്യം മൈദ വെച്ച ഭാഗം നമുക്കൊന്ന് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. മൈദ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം അങ്ങനെ തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പഴമൊന്ന് മറ്റുള്ള പച്ച ഭാഗങ്ങൾ, പഴത്തിന് പച്ച ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗങ്ങളിലൊന്നിങ്ങനെ വെറുതെ നെയ്യിൽ ഒന്നിങ്ങനെ വേവിക്കാൻ വേണ്ടി വെക്കുന്ന പോലെ വെച്ചിട്ട് കുറേ നേരം വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. ഒന്നിങ്ങനെ അടുത്തതിൽ നിന്നിങ്ങനെ മാറ്റി മറിച്ചിട്ട് ഒരുവിധം ഒന്ന് വെന്തെന്ന് കാണുമ്പോൾ നമുക്കത് എടുക്കാം. കുട്ടികളൊന്നും സാധാരണ നേന്ത്രപ്പഴം പഴമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കുമല്ലോ. അവർക്ക് ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം, എന്നെ അറിയിക്കണം. നിങ്ങളിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക എന്ന് എന്നോടൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയാം. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ അതൊക്കെ നിങ്ങൾ എന്നോട് പറയണം. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊക്കെ പ്രതീക്ഷ തന്നെയാണ്. നിങ്ങളൊക്കെ കാണുമ്പോഴാണ് വീഡിയോസ് കാണുമ്പോൾ എനിക്ക് വ്യൂസും കൂടുള്ളൂ. പിന്നെ എപ്പോഴും ഇനി വീഡിയോസ് കാണുമ്പോഴാണ് എൻ്റെ വ്യൂസും സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ കൂടുള്ളൂ. മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടില്ലേ നമ്മുടെ പഴം നിറച്ചത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഇത് ചെയ്യുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക കമൻറ്റിലൂടെയൊക്കെ. പിന്നെ കൂടുതൽ സബ്സ്ക്രിപ്ഷനൊക്കെ ഷെയറിങ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.